എന്തു ചെയ്യുവാൻ പോകുന്നുവെന്ന് ഇന്ന് രാവിലെ ദൈവമക്കളെ ഉറക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ നമുക്കറിയാം, ക്രിസ്തുവിനെ നമുക്കറിയാം. എന്നാൽ ഇന്ന് പകൽക്കാൽ ഒരു കാര്യം ഞാൻ പറയാൻ പോകുകയാണ്. യേശുവിനെ ശക്തിയോടെ തിരിച്ചറിയുന്ന പകൽക്കാലമായി മാറണം. കേവലം അറിവ് കൊണ്ട് യേശുവിനെ അറിയില്ല. ഇന്ന് പകൽക്കാലം വാചനം എന്റെ യേശുവിനെ കുറിച്ച് എന്ത് പറയുന്നു അതുപോലെ യേശുവിനെ അടുത്തറിയുന്ന ഒരു പകൽക്കാലമായി മാറണം. അതിന് വിരുദ്ധമായി പൊങ്ങുന്ന ജനത്തിന്റെ സകല ചിന്തകളെയും, തെറ്റിദ്ധരിക്കപ്പെട്ട ചിന്തകളെയും, അതിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഇടപാടുകളെയും ദൈവജനം വിട പറയുവാൻ തയ്യാറായി തീരേണ്ടത് ആവശ്യമെന്ന് അറിയട്ടെ. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഞാനിങ്ങനെ സ്തോത്രം ഹല്ലേലൂയ കനത്തോടെ സംസാരിക്കുള്ളൂ. ദൈവം അങ്ങനെ ഒരു കൃപയാണ് എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് അങ്ങനെ അറിയുള്ളൂ. അതുകൊണ്ട് ദൈവമക്കള് ദൈവം എന്നോട് സംസാരിക്കുന്നു, ദൈവം എന്നെ ഇടപെടുന്നു മാത്രം ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇത് ഉപവാസത്തിന്റെ രണ്ടാം പകൽക്കാലമാണ്. ദൈവത്തിന് ഇന്ന് പകൽക്കാലം എന്നോട് നിങ്ങളോട് ഇടപെടുവാനുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളെ ആരറിയുന്നു? കർത്താവ് അറിയുന്നു. നിങ്ങളുടെ വഴികളെ ആരറിയുന്നു? കർത്താവ് അറിയുന്നു. നിങ്ങളുടെ ചിന്തകളെ ആരറിയുന്നു? കർത്താവ് അറിയുന്നു. അതുകൊണ്ട് എല്ലാം സമ്പൂർണമായി അറിയുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം അത്ഭുതമായി വെളിപ്പെടുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, കർത്താവേ ഞാൻ അത്ഭുതം കാണുന്ന ഒരു പകൽക്കാലമാകണം, ഞാൻ വിടുതൽ അനുഭവിക്കുന്ന ഒരു പകൽക്കാലമാകണം. എന്റെ കാലുകൾ ഒന്ന് സ്ഥിരമാക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ കാലുകളെയും നിന്റെ ചിന്തകളെയും നിന്റെ ജീവിത നിലവാരങ്ങളെയും സ്ഥിരപ്പെടുത്താതെ വേണം പൊരുതി നിൽക്കുന്ന അന്ധകാരത്തിലെ പ്രഭുക്കന്മാർ ഇന്ന് പകൽക്കാലം ഓടി മാറട്ടെ. ജനം സ്ഥിരതയോടെ അനുഗ്രഹത്തിന് മുകളിൽ നിൽക്കട്ടെ. ജനം അനുഗ്രഹത്തോടെ ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകട്ടെ. ദൈവവചനമുണ്ട്. ഞാൻ പറയുന്ന ആശയം ദൈവമക്കൾ ശ്രദ്ധിക്കണം. സ്ഥിരമായി ഒരു സ്ഥലത്ത് നമ്മെ നിർത്താതെ വേണം അലസ്യമായും അലസത വരുത്തിയും നമ്മുടെ ചിന്തകളെയും ആത്മീയ ആരാധനകളെയും ആത്മീയ നിലവാരങ്ങളെയും പലപ്പോഴും തണുപ്പിച്ചും മരവിപ്പിച്ചും നാം അറിയാതെ തന്നെ പിന്മാറ്റം കടത്തിവിട്ടും സംശയം കടത്തിവിട്ട് അവിശ്വാസം മേലാടയായി ധരിപ്പിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിനെ ആ നിലകളിൽ തകർത്ത് മുടിച്ചു കളയുവാൻ ശത്രുവായവൻ ഉന്നം വയ്ക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവജനം അതിനകത്തുനിന്ന് പുറത്തേക്കൊന്ന് വരേണ്ടത് ആവശ്യമാണെന്ന് അറിയട്ടെ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ക്രിസ്തുവാകുന്ന പാറമേൽ ഉറയ്ക്കേണ്ടതിന് ആ പാറമേൽ ഉറയ്ക്കാതെ വേണം നിങ്ങളുടെ ജീവിത നിലവാരത്തെ, ആത്മീയ മണ്ഡലത്തെ കളിമണ്ണിനോട് സാദൃശ്യപ്പെടുത്തി അങ്ങനെ 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 പണിയുവാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ പ്രവണതകളെ ഇന്ന് പകൽക്കാലം മാറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ വിശ്വാസം പാറമേൽ ഉറയ്ക്കട്ടെ. വിശ്വാസം പാറമേൽ ഉറയ്ക്കട്ടെ. ആരാധന ഒരു പാറ പോലെ സ്ഥിരമാകട്ടെ. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ എല്ലാ നിലവാരങ്ങളും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സമ്പൂർണമായി വെളിപ്പെട്ടു വരുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. നമ്മള് ഇന്ന് ലോകത്തെ പഠിച്ചാൽ ആഗോളപരമായി വലിയ കഷ്ടങ്ങൾ നടക്കുകയാണ്. നാം മനസ്സിലാക്കണം, ആഗോളപരമായി സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ ആകമാൻ ഇളക്കി മറിച്ചിരിക്കുകയാണ്. കലാപകാരികൾ, തീവ്രവാദികൾ ലോക നേതാക്കന്മാരുടെ സമാധാനം കെടുത്തിയിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു തന്റെ അരിമ ശിഷ്യന്മാരോട് ആ സ്തോത്രം പ്രഖ്യാപിക്കപ്പെട്ട ദൂതുകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ വിശുദ്ധിയുടെ നീതിയുടെ അങ്കി ധരിച്ചവർ ആ അങ്കിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. കറ വേണ്ട, മാലിന്യം വേണ്ട, ചുളുക്കം വേണ്ട. തേജോമനായ ദൈവം തന്റെ രക്തത്താൽ അലക്കി വെളുപ്പിച്ച നീതിയുടെ അങ്കി നിന്നെ ധരിപ്പിച്ചിരിക്കെ അതിന്റെ സശ്രദ്ധം വീക്ഷിക്കുവാനും അതിൽ മാലിന്യം വരുത്താതെയും കല്യാണത്തിന് മണവാളനായ യേശു ക്രിസ്തു വാനമേഘത്തിൽ വെളിപ്പെടുമ്പോൾ മണവാട്ടിയായി ഞാൻ ധരിച്ചിരിക്കുന്ന നീതിയുടെ അങ്കി അത് നഷ്ടപ്പെടാതിരിക്കേണ്ടത്, വേളി കഴിക്കുമ്പോൾ നീതിയുടെ അങ്കി തേജസ്സോടെ ഇരിക്കേണ്ടത്, വചനത്തിന്റെയും അഭിഷേകത്തിന്റെയും പ്രാർത്ഥനയുടെയും ജീവിത നിലവാരം ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന് ആത്മാവിൽ പറഞ്ഞ് ഒരു സ്ഥിര തീരുമാനത്തോടെ ജനം എഴുന്നേൽക്കുന്നത് ആവശ്യമെന്ന് അറിയട്ടെ. ഇന്ന് പകൽക്കാലം ഇവിടെ ചിലത് പൊളിയണം. ദുഷ്ടന്റെ പ്രവണത പൊളിയണം. നിന്നെ അമക്കി വെച്ചിരിക്കും
തന്നിരിക്കുന്ന ഇത്രയ്ക്ക് ഉള്ളു എന്ന് പറയുന്ന ദൈവദാസ ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ് ഇന്ന് പകൽക്കാലം യേശു